എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാൻ നേരത്താണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ചോറിൽ നിന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ചിക്കൻ വറുത്തിയായിരുന്നു കറി. 2 ദിവസം മുന്നേ ചിക്കൻ മേടിച്ച് വെച്ചതിൻ്റെ കുറച്ചുണ്ടായിരുന്നു. അപ്പം അവന്മാർക്കുള്ളത് കുറച്ച് വേവിച്ച് ചോറിൻ്റെ കൂടെ കൊടുത്ത് പിന്നെ ഞങ്ങളും ചോറൊക്കെ കഴിച്ചതിന് ശേഷം മോൻ്റെ മുടി വെട്ടാൻ വേണ്ടി പള്ളിമൺ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാനും മോനും കൂടെ നടന്ന് മുടി വെട്ടാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടാൻ ചെന്നപ്പോഴത്തേനും കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. സ്കൂളൊക്കെ തുറക്കാറായപ്പോഴത്തേക്കും കൊച്ചുങ്ങളെല്ലാം മുടി വെട്ടാനൊക്കെ കൊണ്ടുവന്നു. കുറേ നേരം ഇരുന്ന് മുടിയൊക്കെ വെട്ടിയതിന് ശേഷം ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർക്ക് ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം ഒന്നുമില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് കേട്ടോ ഗോപുവിന്. അവന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ചെല്ലണം, ഒരു മുട്ടായിയെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞങ്ങൾ ബേക്കറി കയറി അവന്മാർക്ക് പാർലേജിയുടെ 2-3 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച് 10-ൻ്റെ. അപ്പോൾ പോകുന്ന വഴിക്ക് വേറെ പട്ടികളെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് 3-4 മേടിച്ചത്. എന്നിട്ട് കാശിക്കുട്ടന് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സിപ്പപ്പ് നോക്കാൻ പോയതാണ്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒരു ഗ്രേപ്സിൻ്റെ ഒരു സിപ്പപ്പ് മേടിച്ച് എനിക്കും വേണ്ടി. എന്നിട്ട് ഞങ്ങൾ കടയിൽ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇന്നിപ്പം എന്തായാലും നല്ല വെയിലുണ്ട്. രാവിലെയൊക്കെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഒത്തിരി നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുണികളൊന്നും പറക്കിയിടാതാണ് വന്നത്. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കുറേ തുണികൾ പറക്കിയിടാണ്ട് കുറേ ദിവസം ഇങ്ങനെ മഴ നിന്ന് പെയ്തതുകൊണ്ട് തന്നെ തുണികളെല്ലാം കഴുകി വീടിൻ്റെ സൈഡിലൊക്കെ ഇട്ടിരുന്നതാണ്. ഒന്നും നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ പിള്ളേർ കിടക്കുന്ന ഷീറ്റും സാരിയും എല്ലാം ഉണങ്ങാൻ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന ഉടനെ പിള്ളേർക്ക് ബിസ്ക്കറ്റും കൊടുത്ത് ചിക്കുനെയും ബ്ലാക്കിയും ആദ്യം അഴിച്ചു വിട്ടിട്ട് അവരെ പിടിച്ച് അകത്ത് കയറ്റിയതിന് ശേഷം ഗോബൂട്ടിനെ അഴിച്ചു വിട്ട്. അപ്പോഴത്തേക്കും കാശുകൂട്ടം കുറേ തുണികൾ പറക്കി അശയിലിട്ടിട്ടുണ്ടായിരുന്നു. അശ മൊത്തം അങ്ങ് ഉറുമ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ തുണികൾ തട്ടിക്കുടഞ്ഞ് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ബാക്കിയൊക്കെ കുറേയൊക്കെ തറയിലുമൊക്കെ ഇട്ട് അങ്ങ് ഉണക്കിയെടുക്കാമെന്ന് കരുതി. ഇനിയിപ്പം 2 ദിവസം കൂടെ കഴിഞ്ഞ് നല്ലപോലെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തുണി ഉണക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവന്മാർക്ക് എന്നും ഷീറ്റും സാരിയൊക്കെ മാറി മാറി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചിക്കു ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇട്ട് കൊടുത്ത തുണിയിൽ നാളെ കിടക്കത്തില്ല. അത്രയ്ക്ക് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അപ്പോൾ അവന്മാർക്ക് ഇന്നും ഇങ്ങനെ തുണി മാറി മാറി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുറേ തുണിയാവും. പിന്നെ എൻ്റെയും മോൻ്റെയും ഇവന്മാരുടെ 3 പേരുടെയും എല്ലാം കൂടെ കുറേ തുണി ഉണക്കാനുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ വെട്ടിയിട്ട് വന്നതിന് ശേഷം ആദ്യം പിള്ളേരെ അയച്ചൊക്കെ വിട്ടിട്ട് തുണികൾ പറക്കി അശയിലും പിന്നെ തറയിലൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇട്ട് തിരിച്ചും മറിച്ചുമൊക്കെ അതെല്ലാം അങ്ങ് ഉണക്കി പറക്കി വെക്കാമെന്ന് കരുതി. എന്തായാലും നാളേക്ക് ഇനി വെയിലില്ലെങ്കിൽ വലിയ പാടാണല്ലോ തുണി ഉണക്കാൻ. അപ്പോൾ ഞാനിപ്പം തുണിയൊക്കെ കുറേശ്ശെ ഉണക്കി പറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ തുണികളൊക്കെ എല്ലാം പറക്കി ഉണക്കി എടുത്ത് അകത്ത് കൊണ്ടിട്ട് പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുറ്റത്തൂടെ പൂച്ച പോയി, അതിൻ്റെ ബഹളമായിരുന്നു ചിക്കും ബ്ലാക്കിയും ഗോവും എല്ലാം കൂടെ. പിന്നെ ഞാൻ വൈകുന്നേരം തുണികളൊക്കെ പറക്കിയിട്ടതിന് ശേഷം വീടിനകം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി വിളക്ക് കത്തിക്കാൻ വേണ്ടി എല്ലാം തൂത്ത് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ ചിക്കൂട്ടനാണെങ്കിൽ അവൻ കെട്ടുന്നിടത്ത് ചോറ് അവൻ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ കിടന്നു കഴിഞ്ഞാൽ അപ്പോഴൊന്നും നമ്മളെ എടുക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളെ കടിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ അതവിടെ ഇട്ടിരുന്ന് കുറച്ച് ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൂക്കാൻ ചെന്നപ്പോഴത്തേനും മുറുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് സ്നേഹത്തോടെയൊക്കെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവൻ ഇങ്ങ് മാറി നിന്ന് കളയും. പിന്നെ ചിലപ്പം കക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതുവഴി പോവേ വേണ്ട, നമ്മുടെ ഭയങ്കര ദേഷ്യം കടിക്കാനായിട്ട് നിൽക്കും. ഇന്ന് എന്തായാലും വലിയ വഴക്കൊന്നും ഇല്ലാതെ ആശാൻ അവിടെ നിൽപ്പുണ്ട്. അവന് മനസ്സിലായി വൈകുന്നേരം തൂത്തൊക്കെ ഇട്ടതിന് ശേഷം അവനെ വെളിയിൽ അയച്ചു വിടുമെന്നറിയാം. നല്ല വെയിലുമൊക്കെ കാണുന്നുണ്ട്. മഴയായി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങാൻ ബ്ലാക്കിക്കാണ് ഏറ്റവും വലിയ പാട്. മൂത്രമൊഴിക്കാനോ അങ്ങനെ അപ്പിയിടാനോ ഒന്നും പോകത്തില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവൾ കാലൊന്നും നനയ്ക്കത്തില്ല, കുളിക്കാനും വലിയ പാടാണ്. പിന്നെ ചിക്കുനാണെങ്കിൽ മഴയായാലും വെയിലായാലും എല്ലാം മുറ്റത്ത് പോയി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ തൂക്കാൻ വേണ്ടി കയറി വരുമ്പോഴത്തേന് വലിയ സന്തോഷത്തോടെ വാലാട്ടി നിൽക്കും, ഇപ്പം അഴിച്ചു വിടുമെന്നും പറഞ്ഞു. അപ്പോൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം പിള്ളേരെയൊക്കെ ഒന്ന് അഴിച്ചു വിടാൻ വേണ്ടി.
അപ്പോൾ ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അവന്മാരെയൊക്കെ അഴിച്ചു വിട്ടിട്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ പോയിരുന്നപ്പോൾ നല്ല മഴയായിരുന്ന സമയത്തൊക്കെ നമ്മുടെ വാഴയൊക്കെ ഒടിഞ്ഞ് ഞാനിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ എനിക്ക് കൃഷിയുണ്ട്. കുറേ കോവലും പാവലും അങ്ങനെ ഒരു 2-3 പാഷൻ ഫ്രൂട്ടും ഒക്കെ. ഞാൻ അപ്പോൾ അതെല്ലാം നല്ലപോലെ മുറ്റത്ത് പന്തലിട്ടിരുന്നതാണ്. അപ്പോഴത്തേനും നമ്മുടെ അവിടെ നിന്നൊരു വലിയ വാഴ കുലയ്ക്കാറായി വന്നൊരു പച്ചച്ചിങ്ങൻ്റെ വാഴയായിരുന്നു. അപ്പോൾ അത് പുഴുത് വീണിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒടിഞ്ഞ് നമ്മുടെ ഈ പന്തലിൻ്റെ മണ്ടയിലോട്ട് വീണു. അങ്ങനെ ഞാനതെല്ലാം പിന്നെ വെട്ടിപ്പറകി ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അത് കുറേയൊക്കെ അങ്ങ് പൊട്ടിപ്പോയപ്പോഴത്തേന് നമ്മൾ നട്ട് വളർത്തി കുറേ കായൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. പെട്ടെന്ന് നശിച്ച് പോകുന്ന കാണുമ്പോൾ അതൊരു വിഷമമാണ്. പിന്നെ വൈകുന്നേരം കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ടിങ്ങ് കയറി. അപ്പോൾ ചിക്കും ബ്ലാക്കിയും ഗോബൂട്ടനൊക്കെ ഉറക്കമായേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.